ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ ആകെപ്പാടെ ആദർശും നയനിയൊക്കെ പോയതിൻ്റെ വിഷമം കൊണ്ടാണ് ഹോസ്പിറ്റലായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ആദർശും അതുപോലെ തന്നെ കിരണും കല്യാണിയും എല്ലാവരും കൂടെ ചേർന്നിട്ട് വിശദമായ അന്വേഷണം നടത്തുകയും നമ്മുടെ നാഗേന്ദ്രയെ കയ്യോടെ പൊക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡേവിഡിൻ്റെ പിറകിൽ നാഗേന്ദ്ര ഉണ്ടെന്നുള്ള വിവരം അവർക്ക് മനസ്സിലാകുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ നാഗേന്ദ്രയുടെ കൂടെ നമ്മുടെ അവന്തികയെ കൂടി കണ്ടെത്തുന്നുണ്ട് ആദർശും കിരണും കൂടി. അങ്ങനെ ആദർശിന് പിടികിട്ടുകയാണ് കേട്ടോ ഈ അനന്തപുരിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ വിവരങ്ങൾ നാഗേന്ദ്രയ്ക്ക് ചോർത്തി കൊടുത്തതും ഈ അവന്തികയാണെന്നുള്ള കാര്യം. അങ്ങനെ അവന്തികയെ അനന്തപുരിയിൽ നിന്ന് തന്നെ മുത്തശ്ശൻ അടിച്ചിറക്കാണ്. ആദർശ് ഈ വിവരങ്ങളെല്ലാം പറയുമ്പോൾ മുത്തശ്ശൻ അവന്തികയെ അടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് നമ്മുടെ ജലജയും അഭിയും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് ഈ ഡേവിഡിന് പുറകിലുള്ള ആളെ കണ്ടെത്താൻ വേണ്ടി ഇരിക്കുകയാണ്. അതേസമയം മുത്തശ്ശൻ ഹോസ്പിറ്റലിലായി. മുത്തശ്ശനെ കണ്ടിട്ട് തിരിച്ചു വരികയാണ് നമ്മുടെ ആദർശും നയനയും കൂടി. മുത്തശ്ശൻ അവിടെ നിന്നാണെങ്കിൽ ആദർശിനോട് പറയുന്നുണ്ട്, മരിക്കുമ്പോൾ പോലും എൻ്റെ കാര്യത്തിന് ഇനി ഇവൻ വരണ്ടാന്ന് പറഞ്ഞു വിടുകയാണ്. ആ ഒരു വിഷമത്തിലാണ് നയനയും ആദർശും. നയനയോട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല ഇത് പറയുന്നത്. മുത്തശ്ശൻ്റെ മനസ്സിൽ എന്നോട് സ്നേഹമൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മുടെ കമ്പനിക്ക് വന്ന നാശം, അതിൻ്റെ പുറകിലുള്ളവരെ കണ്ടെത്തണം ഞാനെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുത്തശ്ശൻ എന്ന് പറയാം. അപ്പം നയനയും പറയാം, ശരിയാ, പക്ഷേ മുത്തശ്ശൻ്റെ ഈ പെരുമാറ്റത്തിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ആദർശനെ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും വിചാരിക്കാനൊന്നും പോകണ്ട. ഇതിന് പിന്നിലുള്ള ഏതു അമ്പന്മാരാണേലും അവരെ ഞാൻ പിടിച്ചിരിക്കും. മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സ് എനിക്ക് വായിക്കാൻ പറ്റുമെന്ന് ആദർശ് പറയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു ആദർശിനെ വിളിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ, മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണല്ലേ, ഞാൻ അറിഞ്ഞ വിവരം എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നന്ദു, നിൻ്റെ ഹെൽപ്പ് എന്തായാലും എനിക്ക് വേണം. നമ്മൾ അന്ന് പറഞ്ഞല്ലോ ആ ഗ്രീനിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, അതെവിടെ വരെയായി എന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ ഒപ്പം ഞാനുണ്ട്, ഗ്രീനിയെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗ്രീനിയെക്കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും അപ്പം തന്നെ ആദർശേട്ടനെ ഞാൻ അറിയിക്കാം. പക്ഷേ ഇത് വേറൊരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയണം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, വേറെ എന്ത് വിവരമാണ്? ജ്വല്ലറിയുടെ MD ഉണ്ടല്ലോ, ആ ഡേവിഡ്, അയാളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചെന്ന് പറയാം. അപ്പോൾ ഉടനെ ആദർശ് ചോദിക്കുക, എന്താന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് ഈ ഡേവിഡിൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു. അയാൾ എങ്ങും പിടിതരാതെ പോവല്ലേ നമ്മൾക്ക്. എന്തായാലും അയാളുടെ കോൾ റെക്കോർഡ്സ് പോലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ വന്ന സ്ഥിതിക്ക് അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ ഒരു വളഞ്ഞ വഴി തന്നെ ഞാൻ പ്രയോഗിച്ചെന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുക, എന്താ നീ പ്രയോഗിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അല്ല, ഞങ്ങൾക്ക് പോലീസിലുണ്ടല്ലോ ചില സ്പൈ വർക്ക് ചെയ്യുന്ന ആൾ. അങ്ങനെയാണ് ഡേവിഡിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ഡേവിഡ് ദുബായിലൊരു ജോലിക്കാരനായിരുന്നെന്നും പിന്നെ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനായത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ നന്ദു പറയണം. അപ്പോഴേക്കും ഉടനെ തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്, അത് നേരാണ്, പക്ഷെ ഡേവിഡ് ഇങ്ങനെ ഇത്ര വലിയ പണക്കാരനാകാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് ദുബായിൽ ചില അല്ലറ ചില്ലറ തരികിടകളൊക്കെ നടത്തിയിട്ട് നാട്ടിലേക്ക് മുങ്ങിയതാണെന്ന് പറയാണ്. ഇവിടെ വന്ന് പക്ഷേ ഇത്രയും വലിയ സാമ്രാജ്യമൊന്നും ഇടാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സൊന്നും ഡേവിഡിനില്ല. പക്ഷേ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പുറകിൽ മറ്റാരോ ഉണ്ട് എന്ന് പറയാൻ നന്ദു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതും ഞങ്ങൾ ഏകദേശം തീർച്ചപ്പെടുത്തിയ കാര്യം തന്നെയാണ്. ആ ഡേവിഡിന് പുറകിൽ മറ്റാരോ ഉണ്ട്. അത് അനന്തപുരി തറവാടിനോടും മൂർത്തീസ് ജ്വല്ലറിയോടും ശത്രുതയുള്ള ആരോ ആണെന്ന് ഞാൻ ഏകദേശമൊക്കെ ഉറപ്പിച്ചെന്ന് പറയാം. അപ്പോൾ നന്ദുവും പറയുന്നുണ്ട്, ശരിയാണ്, അനന്തപുരി തറവാടിനോട് ശത്രുതയുള്ള ആരോ ആണ്. ആ വഴിക്ക് ആദർശേട്ടനൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്ന് പറയാണ് കേട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, അത് ആരാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ മുത്തശ്ശനോട് ചോദിക്കാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ അത് ഞാൻ മുത്തശ്ശനോട് ചോദിക്കുകയും അതിൻ്റെ പുറകിലുള്ള ആൾക്കാരെ കണ്ടെത്തുകയൊക്കെ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ ഗ്രീനിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നന്ദു ഗ്രീനിയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നൊക്കെയുണ്ട്. അതേസമയം ആദർശാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വിധത്തിലും നാഗേന്ദ്രയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഡേവിഡിനെ കുറിച്ചിട്ടാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡേവിഡിൻ്റെ പുറകിൽ ആരാ ഉള്ളതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആകെ മൊത്തം കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ആദർശ്. ആ സമയത്താണെങ്കിൽ അനി ഓഫീസിൽ MD കസേരയിൽ ഇരിക്കുകയാണല്ലോ. അനിക്കാണെങ്കിൽ ആകെ മൊത്തം ദേഷ്യമാണ്. ഇതെല്ലാം നോക്കി നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തും ആദർശേട്ടൻ ഇരുന്ന കസേരയിലിരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടും ഒക്കെ.
അങ്ങനെ അനി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി വരുവാണ്. അതേ സമയത്ത് പല ഡീലുകളും നമുക്ക് കിട്ടേണ്ടതിനെ കുറിച്ചിട്ട് ജ്വല്ലറിയിലേക്ക് ന്യൂസ് പോകുന്നുണ്ടെന്ന വിവരം അനി കണ്ടെത്തുകയാണ്. അനി ആദർശിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് സംസാരിക്കുകയാണ്. ആദർശേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ആദർശനോട് പറയാനുണ്ടെന്ന് പറയാം. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ നീ പറയാന്ന് പറയാം. അല്ല ആദർശേട്ടാ, ഈ കസേരയിൽ ഇരിക്കുന്നത് എനിക്ക് അത്ര നല്ല പന്തിയായിട്ടൊന്നും തോന്നുന്നില്ല. ആദർശൻ ഈ കസേരയിൽ ഇരിക്കാൻ ഞാൻ യോഗ്യനുമല്ല. എല്ലാവരും കൂടി പിടിച്ച് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുക. ഇതിപ്പോൾ വല്ലാത്തൊരു തലവേദന പിടിച്ചൊരു ഏർപ്പാടായി പോയല്ലോ ആദർശേട്ടാ എന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ അനി, നീ അങ്ങനൊന്നും വിചാരിക്കേണ്ട. നീ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ജോലി ചെയ്യുക. തൽക്കാലത്തേക്ക് മുത്തശ്ശൻ എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ. ഞാൻ ഇതിൻ്റെ പുറകിലുള്ള സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വരാം. അതേസമയം നമ്മുടെ ജ്വല്ലറിയും കമ്പനിയൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്തേണ്ടത് നീയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ അബിയെ ആ കസേരയിൽ ഇരുത്താൻ പറ്റുമോ? മറ്റാരാ അവിടെ അതിന് യോഗ്യതയുള്ളത്? അച്ഛനും ഇളയച്ചനും ഒന്നും അതിനൊരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനൊന്നും മുത്തശ്ശൻ അനുവദിക്കുന്നില്ല. നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വരണം എന്നല്ലേ മുത്തശ്ശൻ്റെ ആഗ്രഹം. നീ അവിടെ ഇരിക്കാൻ യോഗ്യൻ തന്നെയാണെന്ന് പറയണം. അപ്പം അനി പറയുന്നുണ്ട്, എന്ത് യോഗ്യതയാണെങ്കിലും ഇവിടെ ചില കാര്യങ്ങളൊന്നും പന്തിയല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആദർശേട്ടാ. നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ചിലരൊക്കെ നമ്മളെ ചതിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ആദർശ് ചോദിക്കുക, അതെന്താ നീ അങ്ങനെ പറയാമെന്ന് ചോദിക്കുക. ഇവിടുത്തെ പല കാര്യങ്ങളും, പല കോൺട്രാക്റ്റുകളും, പല ബിസിനസ് ഡീലുകളും പുറത്തേക്ക് പോകുന്നുണ്ട്. അതനുസരിച്ച് ജ്വല്ലറി മറ്റു ജ്വല്ലറിക്കാരും ഒക്കെ പെരുമാറുന്നുണ്ട്. എവിടെയോ എന്തോ ഒരു പന്തികേട് പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ നീ അത് കണ്ടെത്തണം. നമ്മുടെ ജ്വല്ലറിയെ അകത്ത് നിന്ന് ആരും ചതിക്കാൻ നീ അനുവദിക്കരുത്. സ്റ്റാഫോ അങ്ങനെ ആരെങ്കിലും നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് സ്റ്റാഫിനെയൊന്നും അങ്ങനെ സംശയമില്ല. പിന്നെ ആകെ സംശയമുള്ളത് അബിയെയും അപ്പച്ചിയും ഒക്കെയാണ്. അവരല്ലേ ഇപ്പം ഈ നമ്മുടെ ശത്രുക്കളായിട്ട് വീട്ടിൽ തന്നെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നേരാ, പക്ഷേ അബി കമ്പനിയിലേക്കെങ്ങും വരുന്നില്ലല്ലോ, അവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നുമില്ല. പിന്നെ അപ്പച്ചിക്ക് ആ വക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്നല്ലാതെ കമ്പനി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമോ അത് പുറത്തേക്ക് വിടാനുള്ള സാമർഥ്യമൊന്നും അപ്പച്ചിക്കില്ല എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പിന്നെ ആരായിരിക്കും ഇത് ചെയ്തത്? നവ്യേടത്തിയാണോ എന്ന് സംശയമുണ്ടെന്ന് പറയാം. നവ്യേടത്തി ഇപ്പം ജ്വല്ലറിയുടെ മോഡലല്ലേ, അവരുടെ ശമ്പളക്കാരി. അപ്പോൾ അവർക്ക് വേണ്ടി ജോലി എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് അനി പറയാം. അപ്പോഴും ആദർശ് പറയുന്നുണ്ട്, അതിന് നവ്യ കമ്പനിയിലേക്ക് വരുമോ, ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നവ്യയ്ക്ക് കുറച്ച് അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നുള്ള ചിന്തയിലേ ഉള്ളൂ. പിന്നെ മോഡലിങ്ങിന് പോവുക, കാശുണ്ടാക്കുക, നാക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറേ പറയുക, അതല്ലേ ഉള്ളൂ നവ്യ എന്ന് ചോദിക്കുക. അനി പറയുന്നുണ്ട്, അതെ ഇതൊക്കെ ഉള്ളൂ, പക്ഷേ എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജ്വല്ലറിയിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരോ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഏട്ടാന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ സംശയം വെറുതെ ഒന്നും ആയിരിക്കില്ല, നീ ശ്രദ്ധിക്കണം. ആരായിരിക്കും നമ്മുടെ കമ്പനിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ളത് നീ കണ്ടെത്തണം, അവരെ പുറത്താക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നാശമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആദർശേ. അതിനുശേഷം ആദർശ് നയനിയോട് പറയുന്നുണ്ട്, അനിയാ വിളിച്ചത്. അനി ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു. കമ്പനിയിലെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നുണ്ട്. പ്രത്യേകം ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട്. അതിന് കമ്പനിയിൽ തന്നെ ആരൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ എന്ന് അനി പറയുന്നതെന്ന് പറയാം. അപ്പം നയനയും പറയാം, ശരി, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അപ്പച്ചിയും നവ്യേച്ചിയൊക്കെ ആവാൻ സാധ്യതയില്ല എന്ന് പറയാണ് നയനയും. അപ്പം ആദർശം പറയാം, ശരിയാ, അതെ, അവരാകാനൊന്നും സാധ്യതയില്ല. അപ്പം നയന് പറയാം, പിന്നെ ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാം, ആരും ആകാം, എന്തായാലും അവൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ, നമുക്ക് നമ്മുടേതായ വഴിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയാൻ. അങ്ങനെ അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും നാഗേന്ദ്രയും അവന്തികയും ഡേവിഡും കൂടെ ഒന്നിച്ച് ചേരുകയാണ്. അപ്പം നാഗേന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. നാഗേന്ദ്ര അവിടെ എണീറ്റ് എന്നിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ആ കിളവനുണ്ടല്ലോ, അയാൾ ആശുപത്രിയിലായില്ലേ, ഇനി അധികം അയാൾ പൊങ്ങി എണീറ്റ് നടക്കില്ല, അയാൾ തളരണം. അയാളുടെ കൊച്ചുമോനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വിഷമം അയാൾക്ക് നന്നായിട്ടുണ്ട്. ആ കുടുംബം തകരണം, ആ കമ്പനി തകരണം, മൂർത്തീസ് ജ്വല്ലറി ഇല്ലാതാവണം, അനന്തപുരി തറവാട് തകരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഡേവിഡിനോടും അവന്തികയോടുമായിട്ട് നാഗേന്ദ്ര. അപ്പോൾ അവന്തികയും പറയാം, ശരിയാണ്, മുത്തശ്ശൻ ഇന്നലെ വല്ലാത്ത നെഞ്ചുവേദന പോലെയും ശരീരത്തിൻ്റെ വിഷമം പോലെയൊക്കെ തോന്നി. കാരണം ആദർശിനെയും നയനെയും കാണാത്തതിൻ്റെ വിഷമമാണ്. മാത്രമല്ല ഹോസ്പിറ്റലിൽ ആദർശും നയനെയും കൂടി കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവരെ അവിടുന്ന് ഇറക്കി വിടുകയും ചെയ്തു. മരിച്ചാൽ പോലും ആദർശും നയനെയും അവിടെ വരരുതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞു എന്ന് പറയാം. അപ്പം അത് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ് നമ്മുടെ നാഗേന്ദ്രയ്ക്ക്. അപ്പം അവന്തിക പറയുന്നുണ്ട്, അച്ഛാ,
മൂർത്തീസ് ജ്വല്ലറി തകരുന്നതിനൊപ്പം നമ്മുടെ ജ്വല്ലറി ഉയർത്തെഴുന്നേറ്റ് വരണം. അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നയനാസ് കളക്ഷൻ പോലൊരു കളക്ഷൻ നമുക്കും വേണമെന്ന് പറയാൻ. അപ്പം ഡേവിഡ് പറയുന്നുണ്ട്, ശരിയാണ്, നൈനാസ് കളക്ഷന് ഭയങ്കര ഡിമാൻഡാണ്, അതുകൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് ഇത്രയധികം ബിസിനസ് ഉണ്ടായതെന്ന് പറയാണ്. അപ്പോൾ ഉടനെ അവന്തികയും പറയുക, ശരിയാ, നയനയില്ലേ നല്ലൊരു ഡിസൈനറാണ്, എന്തൊക്കെ പറഞ്ഞാലും അവൾ ആ വീട്ടിലോട്ട് വന്ന് കയറിയതോട് കൂടി അവിടെ എല്ലാവരെയും ഒതുക്കി അവൾ 1ാം സ്ഥാനത്ത് കയറി നിൽക്കുകയാണ്. അവളെപ്പോലൊരു ഡിസൈനറെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളും അതുപോലെ കുറേ കളക്ഷൻസ് കൊണ്ടുവരുമെന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രൻ പറയാണ്, ശ്രമിക്ക്, നയന ഏതായാലും നമ്മുടെ കമ്പനിയിലോട്ട് വരാനൊന്നും പോകുന്നില്ലല്ലോ, അതിന് പകരം അതുപോലെ പറ്റുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ നമുക്കും അതുപോലെ നല്ല കളക്ഷൻസ് കൊണ്ടുവന്ന് മാർക്കറ്റിൽ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അവരെടുക്കുകയാണ് കേട്ടോ. അതേസമയം ഇതിൻ്റെയൊക്കെ പുറകിൽ നാഗേന്ദ്രയാണെന്നുള്ള വിവരത്തിലേക്ക് എത്തിച്ചേരുകയാണ് ആദർശാണെങ്കിൽ ഡേവിഡിൻ്റെ അടുത്തേക്ക് മറ്റൊരാളെ കൂടി വിടുകയാണ് കേട്ടോ. അപ്പോൾ ഡേവിഡിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ആദർശ് എന്ന് പറയുന്ന സിഖുകാരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടിയെ വിടുകയാണ്. ആ പെൺകുട്ടി അവിടെ ചെന്ന് ഡേവിഡുമായിട്ട് അടുത്ത് ഇടപഴകുകയാണ്. ബിസിനസ് ഡീലുകൾ എന്ന് പറഞ്ഞ് ഒരുപാട് മീറ്റിങ്ങുകളും എല്ലാം നടത്തുന്നുണ്ട്. അങ്ങനെ ഡേവിഡിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി എത്തുകയാണ്. അങ്ങനെ കിരണും ആദർശും കൂടി ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോൾ ആ പെൺകുട്ടി ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡേവിഡ് അവസാനം പറയുന്നുണ്ട് കേട്ടോ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു ബിനാമി മാത്രമാണ്. ഈ ജ്വല്ലറിയുടെ യഥാർത്ഥ MD ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുക. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇല്ല, സാറല്ലേ MD, സാറാണ് ജ്വല്ലറിയുടെ MD എന്നാണല്ലോ എൻ്റെ ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡേവിഡ് പറയാണ്, അതെ, എൻ്റെ ബോസ് പറഞ്ഞ പോലെ ഞാൻ MD ഒക്കെയാണ്, പക്ഷേ യഥാർത്ഥ MD മറഞ്ഞിരിക്കുന്ന വേറൊരാളാണ്, ഇതിലും ഭയങ്കര ഒരാൾ, നീ കണ്ടിട്ടില്ലല്ലോ ആളെ എന്നൊക്കെ ചോദിക്കുമ്പം, അതെന്താ സാറേ അങ്ങനെ മറഞ്ഞിരിക്കുന്നത്, സാറിനെ എന്താ ബിനാമിയാക്കി വെച്ചിരിക്കുന്നത്, ആ വ്യക്തിക്ക് എന്താ പുറത്തോട്ട് വന്നാൽ പ്രശ്നം, എന്തെങ്കിലും കള്ളത്തരമൊക്കെ ഉണ്ടോ സാറേ? അങ്ങനെ കള്ള ബിസിനസ്സൊക്കെ ആണെങ്കിൽ എൻ്റെ ബോസിന് താല്പര്യമില്ല കേട്ടോ, സത്യസന്ധമായ രീതിയിൽ ബിസിനസ് നടത്തുന്നവരുമായിട്ടേ ഞങ്ങൾ കരാർ ഒപ്പിടാറുള്ളൂ എന്ന് പറയുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അത് സത്യസന്ധമായിട്ടൊക്കെയാണ്, കള്ളത്തരം ഉണ്ടായിട്ടൊന്നുമല്ല എൻ്റെ ബോസ് നാഗേന്ദ്ര ഒളിച്ചിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുക, നാഗേന്ദ്രയോ, അങ്ങനെയാണോ സാറേ ബോസിൻ്റെ പേര്? ജ്വല്ലറിയുടെ യഥാർത്ഥ MD അപ്പം ഈ നാഗേന്ദ്രയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയാം, അതെ, ഈ നാഗേന്ദ്രയാണ് ജ്വല്ലറിയുടെ യഥാർത്ഥ MD. അദ്ദേഹം പല ബിസിനസ്സും ദുബായിലൊക്കെ ചെയ്ത് ഒരുപാട് പണം ഉണ്ടാക്കിയതിന് ശേഷമാണ് ദുബായിലും കേരളത്തിലുമായിട്ട് ഈ ജ്വല്ലറിയുടെ കുറേ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങിയത്. അദ്ദേഹം എന്തുകൊണ്ടാണ് പിന്നെ പുറത്ത് വരാത്തതെന്ന് ഈ പെൺകുട്ടി ചോദിക്കുകയാണ് ഡേവിഡിനോട്. അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ വലിയൊരു കഥയാണ്, ഒരു ശത്രുതയുടെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അണയാതെ ഒരു പക കിടപ്പുണ്ട്, ആ പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ഒളിച്ചിരിക്കുന്നത്. പുറത്ത് വന്നാൽ ആ ശത്രുക്കൾ അദ്ദേഹത്തെ തിരിച്ചറിയും. അത് തിരിച്ചറിയാതെ മറഞ്ഞിരുന്നുകൊണ്ട് ആ ശത്രുവിനെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ നാഗേന്ദ്ര ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയും, ആഹാ, കൊള്ളാവല്ലോ, അതാരാ സാറേ അത്ര വലിയ ശത്രുക്കൾ, ബിസിനസ് ശത്രുക്കളാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡേവിഡ് പറയണ, ബിസിനസ് ശത്രുക്കൾ മാത്രമല്ല, ബിസിനസ് ശത്രുക്കളാണ് പ്രധാനം, പക്ഷേ കുടുംബ ശത്രുതയും ഒന്നാമതായിട്ടുണ്ട്. ഈ നാഗേന്ദ്ര സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അടിച്ചിറക്കിയ ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയാവോ? മൂർത്തീസ് ജ്വല്ലറിയിലെ അനന്തമൂർത്തി. മൂർത്തീസ് ജ്വല്ലറിയിലെ അനന്തമൂർത്തിയോ എന്നാ പെൺകുട്ടി ചോദിക്കുക. അതെ, അദ്ദേഹം ഈ നാഗേന്ദ്രയുടെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ അടിച്ചിറക്കി വിട്ടതാണ്. ഭാര്യയെ മക്കളെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് ദുബായിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ചെന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചാണ് അദ്ദേഹം ഇന്ന് ഈ നിലയിലെത്തിയത്. പക്ഷേ അന്ന് കുടുംബം ഇല്ലാതാക്കിയതിൻ്റെ ആ ശത്രുതയുണ്ടല്ലോ, അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഗേന്ദ്ര തന്നെ ചെയ്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് അദ്ദേഹം തൽക്കാലം മറഞ്ഞിരിക്കുന്നത്. ഈ ശത്രുതയെല്ലാം തീർത്ത് കഴിയുമ്പോൾ അദ്ദേഹം പുറത്ത് വരും, മറ നീക്കി പുറത്ത് വരുമെന്ന് പറയാം. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഈ പെൺകുട്ടി റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ ഡേവിഡ് പറയുന്ന കാര്യങ്ങൾ. ഇതതുപോലെ തന്നെ നമ്മുടെ ആദർശും നയനയും കിരണും എല്ലാവരും ഇരിക്കുന്നിടത്ത് പ്ലേ ചെയ്യുകയാണ് ആ പെൺകുട്ടി. അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്ന കേൾക്കുമ്പോൾ ആദർശിന് ആളെ പിടികിട്ടുകയാണ് കേട്ടോ. അപ്പച്ചിയുടെ ഭർത്താവ് നാഗേന്ദ്രയാണല്ലോ ജ്വല്ലറിയിലെ കള്ളത്തരം കാണിച്ചതിന് മുത്തശ്ശൻ വളരെ പണ്ട് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി പോയതാണ്. അന്ന് മക്കളെയും ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ അയാൾ പിന്നീട് ഭാര്യയും മക്കളും ഉണ്ടോയെന്ന് പോലും അറിയാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിട്ട് തിരിച്ചെത്തുക, മൂർത്തീസ് ജ്വല്ലറിയോളം തന്നെയുള്ള ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമെന്ന് ആദർശ് പറയുക. അപ്പോൾ കിരണം പറയാം, ശരിയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും ഇത്രയും വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനൊന്നും പറ്റില്ല, ആരെയും ചതിച്ചോ വഞ്ചിച്ചോ ഒക്കെ ആയിരിക്കും ഈ നാഗേന്ദ്ര ഇത് നേടിയതെന്ന് പറയാണ്.
അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതെ അങ്ങനെയാകാനേ സാധ്യതയുള്ളൂ. അയാൾ ഒരു ചതിയനായിരുന്നു. അന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ സ്വന്തം ബിസിനസ്സിനെ തന്നെ തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് മുത്തശ്ശൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആ ശത്രുതയുമായിട്ട് മക്കളെ പോലും ഉപേക്ഷിച്ചിട്ട് പോയതാ. പിന്നെ ഇടയ്ക്ക് പോലും മക്കളെ കാണാൻ പോലും അയാൾ വന്നിട്ടില്ല. ഇപ്പോൾ വലിയ ജുവലറി സാമ്രാജ്യമായി കഴിഞ്ഞപ്പോഴേക്കും മൂർത്തീസ് ജുവലറിയും അതുപോലെ അനന്തപുരി തറവാടും ഒക്കെ തകർക്കാൻ വേണ്ടി നടക്കുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പാദർശേ നിനക്ക് ആ നാഗേന്ദ്രയെ ഒന്ന് കാണണ്ടേ, പോയി ബിസിനസ് മീറ്റപ്പ് എന്ന് പറഞ്ഞൊന്ന് സന്ദർശിക്കുമെന്ന് പറയാണ്. പാദർശി പറയുന്നുണ്ട്, അതെ അടുത്ത ദിവസം തന്നെ ഞാൻ പോകുമെന്ന് പറയാം. അങ്ങനെ ആദർശ് പിറ്റേ ദിവസം തന്നെ ആ സിക്ക് വേഷത്തിൽ ഡേവിഡിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ഡേവിഡിനോട് സംസാരിക്കുക. അപ്പോൾ ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ PA പറഞ്ഞു ഡേവിഡ് ഈ AN ജ്വല്ലറിയുടെ ഒരു ബിനാമിയാണെന്നും ഇതിന് പുറകിൽ യഥാർത്ഥ MD ഉണ്ടെന്നും ഒക്കെ ഒരു നാഗേന്ദ്ര, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിക്കുമെന്ന് ഡേവിഡിനോട് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് ആകെപ്പാടെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അറിയാതെ ആ പെൺകുട്ടിയോട് ഈ വിവരങ്ങളെല്ലാം പറയുകയും ചെയ്തു. ഇതിപ്പം അത് മുഴുവൻ ഇയാൾ അറിയുകയും ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡേവിഡ് പറയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഒരു ബിസിനസ് ആകുമ്പം സത്യസന്ധത വേണമല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പോകാം എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ MD നാഗേന്ദ്ര എന്നെ ഒന്ന് കാണിക്കൂ, എനിക്ക് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ച് ബിസിനസ് ഡീലൊക്കെ ഒന്ന് ഉറപ്പിക്കാമല്ലോ എന്ന് പറയാണ്. അപ്പം ഡേവിഡ് പറയാം, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ഡേവിഡ് നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനെ സാറേ എനിക്കൊരു അബദ്ധം പറ്റി, പറയേണ്ടി വന്നു, ഞാൻ ഈ AN ജ്വല്ലറിയുടെ ഒരു ബിനാമിയാണെന്നും എൻ്റെ പുറകിൽ സാറുണ്ടെന്നുള്ള കാര്യം എനിക്ക് പറയേണ്ടി വന്നെന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്ര ദേഷ്യപ്പെടുകയാണ് ഡേവിഡിനോട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ഒരു കാര്യം പറയരുതെന്ന്, അത് പുറത്തു വിടരുതെന്ന്, എന്നിപ്പോൾ ഇത് സംഭവിച്ചോ എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഒന്നുമില്ല സാറേ, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. ആ സിക്കുകാരനുമായിട്ട് അതുപോലൊരു വലിയ ഡീലിലാണ് നമ്മൾ പോകുന്നത്. അവർ സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചാൽ നമുക്ക് ആ ഡീൽ നഷ്ടപ്പെടുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇതിപ്പം സത്യമെല്ലാം തുറന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോടുള്ള വിശ്വാസ്യത കൂടുകയും വർഷങ്ങൾ നമുക്ക് ആ ഡീല് കിട്ടുകയും ചെയ്യുമെന്ന് പറയാണ്. അതുകൊണ്ട് സാറിനെ നേരിട്ട് വന്നു കണ്ട് അയാൾക്കൊന്ന് സംസാരിക്കണം എന്നുണ്ട്, സാർ അതിനൊരു അപ്പോയിൻമെൻറ്റ് കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഓക്കെ ആകാം, വലിയൊരു ബിസിനസ് കിട്ടാനുള്ളതല്ലേ, അത് കളയണ്ട, ആ സിക്കുകാരനോട് വരാൻ പറ, എന്നെ കാണാൻ ഞാൻ ഹോട്ടൽ റൂമിലുണ്ട്, അവിടെ എത്തിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട്, ഇന്ന ഹോട്ടൽ റൂമിൽ നാഗേന്ദ്രയുണ്ട്, അവിടെ പോയി നാഗേന്ദ്രയെ കണ്ട് സംസാരിക്കണമെന്ന്. ആദർശാണ് സിക്ക് വേഷത്തിലൊക്കെ ചെല്ലുകയാണ് കേട്ടോ. ഹോട്ടൽ റൂമിൽ ചെല്ലുമ്പം നാഗേന്ദ്രയും അവിടെ നാഗേന്ദ്രയുടെ കൂടെ അവന്തികയും ഉണ്ട് കേട്ടോ. അവന്തികയ്ക്കും ആദർശിനെ കണ്ടിട്ട് പിടികിട്ടുന്നേയില്ല. ഇപ്പം ആദർശിനെ അവന്തികയെ കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. കാരണം വീട്ടിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിട്ട് നിന്നിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമായിട്ട് നിന്നിട്ട് സ്വന്തം അമ്മയും ഏട്ടനെയും തള്ളി പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ നിന്ന് കുടുംബത്തെ ചതിക്കുകയാണല്ലോ ഈ അവന്തിക ചെയ്യുന്നതെന്ന് ഓർക്കുമ്പം ആദർശിന് ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ആദർശ് മനസ്സിൽ വിചാരിക്കുക, ഇവള് ചില്ലറക്കാരി അല്ലല്ലോ, അപ്പച്ചേക്കാളും ഒരുപാട് മുന്നിലാണ് ഇവള്, നാഗേന്ദ്രയുടെ അതേ സ്വഭാവമാണ് ഇവള് കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു, ചിരിച്ചുകൊണ്ട് എല്ലാവരെയും ചതിക്കുകയായിരുന്നു. ഇവളെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇവളുടെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മുത്തശ്ശൻ്റെ മുമ്പിൽ പറഞ്ഞ് ഇവളെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം. അനി പറഞ്ഞത് ശരി തന്നെയാണ്, കൂടത്തിൽ നിന്ന് ആരോ ചതിക്കുന്നുണ്ടെന്ന്, അത് ഇവള് തന്നെയാണ് എന്ന് ആദർശ് ഉറപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നാഗേന്ദ്രയുടെ കാര്യങ്ങളൊന്നും വ്യക്തമാക്കാതെ ആദർശ് ബിസിനസ് ഡീൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അവന്തിക അവിടെയുണ്ട്. അവന്തികയ്ക്കും ആദർശിനെ പിടികിട്ടുന്നേയില്ല. അതിനുശേഷം തിരിച്ചെത്തുകയാണ് ആദർശ്. തിരിച്ചെത്തി കഴിയുമ്പോൾ മുത്തശ്ശനോട് ഈ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ് ആദർശ്. മുത്തശ്ശ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുകയാണ് അനന്തപുരിയിൽ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നതുപോലെ അപ്പച്ചിയുടെ ഭർത്താവ് നാഗേന്ദ്രയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, AN ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഈ നാഗേന്ദ്രയാണ്, അയാളാണ് നമ്മുടെ ഒപ്പം നിന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എന്താ നീ പറയുന്നത്, നാഗേന്ദ്രയോ, അവൻ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനായിട്ട് തിരിച്ചു വന്നോ എന്ന് ചോദിക്കുകയാണ്. അതെ, തിരിച്ചു വന്നിട്ടുണ്ട്, അയാളാണ് നമ്മളെ ചതിക്കുന്നത്, അതിനായിട്ട് മറഞ്ഞിരിക്കുകയാണ്. ആ ഡേവിഡ് അല്ല AN ജ്വല്ലറിയുടെ MD, യഥാർത്ഥ MD ഈ നാഗേന്ദ്രയാണെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇപ്പം കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയുണ്ടായി എന്ന് പറയാണ്. എന്നിട്ട് ആദർശ് പറയാണ്, അതുമാത്രമല്ല അതിലും എന്നെ ഞെട്ടിപ്പിച്ച വേറൊരു കാര്യമുണ്ട്, അബിയേക്കാളും വലിയ ദുഷ്ടത്തരം ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് അവന്തികയാണെന്ന് പറയാം.
അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക അവന്തിക എന്താ ചെയ്തത്? അവന്തിക അവളുടെ അച്ഛൻ്റെ കൂടെയാണ്. എന്നാൽ അബിയോ അപ്പച്ചി ആ വിവരം അറിഞ്ഞിട്ടില്ല. പക്ഷേ അവന്തിക അവളുടെ അച്ഛന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ളവരെ ചതിക്കുകയാണ് ചെയ്യുന്ന അവന്തിക. മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ അവൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലും അവളുടെ അച്ഛന് വേണ്ടിയിട്ട് നമ്മളെ ചതിക്കുകയാണ്. മൂർത്തി ജ്വല്ലറിയിലെ ഓരോ പ്രധാനപ്പെട്ട വിവരങ്ങളും AM ജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കുന്നത് ഈ അവന്തികയാണ് എന്ന് പറയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവന്തിക ഞെട്ടിപ്പോവാണ്. സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടെ. അതേസമയം ജലജയും അബിയും ഒക്കെ ഞെട്ടുകയാണ്. അവന്തിക അവളുടെ അച്ഛൻ്റെ കൂടെ കൂടിയോ, ഇതിലൊക്കെ സത്യമുണ്ടോ എന്നൊക്കെ വിചാരിച്ച് അവരും ഞെട്ടുകയാണ്. അപ്പോൾ മുത്തശ്ശൻ നേരെ വന്നിട്ട് അവന്തികയെ വിളിക്കുകയാണ്. അവന്തിക ഇവിടെ വരാൻ പറയാം. അവന്തികയാണെങ്കിൽ പേടിച്ച് പറിച്ച് കരഞ്ഞു വരികയാണ്. സത്യങ്ങളെല്ലാം അറിഞ്ഞു പൊട്ടിച്ചീറ്റിയല്ലോ എന്നോർത്ത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നീ ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. നിൻ്റെ അമ്മ ജലജയോ ആങ്ങള അബിയോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമാവില്ലായിരുന്നു. നീ ഞങ്ങളെല്ലാം ചിരിച്ചു മയക്കി ചതിക്കായിരുന്നു ചെയ്തത്. ഇതുപോലൊരു പ്രവൃത്തി ചെയ്ത നീ ഇനി കുടുംബത്തിൽ വേണ്ട, ഇറങ്ങടി പുറത്തെന്ന് പറഞ്ഞ് അവന്തിക ഇറക്കാണ്. അവന്തിക പറയുന്നുണ്ട്, മുത്തച്ഛ എന്നെ ഇങ്ങനെ ഇറക്കി വിടല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അതെല്ലാം കള്ളത്തരമാണ്. അവന്തികയെ വലിച്ച് പുറത്താക്കുന്നുണ്ട് മുത്തച്ഛൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്